എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് റീഡിങ് ചെയ്യാൻ പോകുന്നത് ഏർലി മോർണിംഗ് തോട്ട്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എപ്പോഴും ഷോർട്സ് നോക്കാറുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവോ എന്ന് പറഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത്. ഏർലി മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. കേട്ടോ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. എൻ്റെ വോയിസ് ശരിയായില്ലേ? ഒരുവിധം ശരിയായിട്ടുണ്ട്. ആൻഡ് പ്ലീസ് ഗൈസ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏർലി മോർണിംഗ് തോട്ട്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള ഏർലി മോർണിംഗ് തോട്ട്സിൽ എന്താണ്? ഒന്നും എടുക്കുന്നില്ല, 4-5 കാർഡ് വീണത് കാരണം ഒന്നും എടുക്കുന്നില്ല കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏർലി മോർണിംഗ് തോട്ട്സ് എന്താണ്, അവരെക്കുറിച്ച് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏർലി മോർണിംഗ് തോട്ട്സിൽ എന്താണ്, അവരെക്കുറിച്ച് ഏർലി മോർണിംഗ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ, ഏർലി മോർണിംഗ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ, thoughts of my viewers person ആദ്യത്തെ കാർഡ് 5 of wands ആയിക്കോട്ടെ. ലവേഴ്സ്, ഓക്കെ. 3 of cups, ശരി. 8 of wands ആയിക്കോട്ടെ. 4 of swords, temperance, empress, ace of swords ആയിക്കോട്ടെ. hierophant, ശരി. hanged man, moon, ജസ്റ്റിസ്, കിങ് ഓഫ് വാൻഡ്സ്. ഏർലി മോർണിംഗ് തോട്ട്സിൽ തടസ്സങ്ങളെ പറ്റി ആലോചിച്ചാണ് രാവിലെ തന്നെ എണീറ്റിരിക്കണേ. എന്ത് തടസ്സം നോക്കട്ടെ. 5 of wands, ക്ലാരിഫൈ 5 of wands, ക്ലാരിഫൈ 5 of wands, ക്ലാരിഫൈ 5 of wands. ആദ്യമായിട്ട് എനിക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നത് എന്താ അറിയോ, നിങ്ങൾ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് എലൂഫായിട്ട് ഒന്ന് വിട്ടു നിന്ന് പെരുമാറി കാണും കേട്ടോ. ഒരു തടസ്സം പോലെ, എന്തോ ഒരു മാനസികമായ ബ്ലോക്കേജ് ഉള്ളതുപോലെ പെരുമാറി കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യം അവരുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഡിസ്കസ് ചെയ്ത് അവരുടെ സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ പറയണ്ട, എനിക്ക് സ്നേഹമാണ്, എനിക്ക് സ്നേഹമുണ്ട് എന്നറിയാമല്ലോ എന്ന് പറഞ്ഞ് അവിടെ തീർച്ചയായും അവരുടെ സുഹൃത്ത് ചോദിക്കും അല്ലേ, അപ്പോൾ റിയലൈസേഷൻ ഇല്ലായിരുന്നോ, ചെയ്തത് തെറ്റാണ് എന്നൊരു റിയലൈസേഷൻ ഇല്ലായിരുന്നോ എന്ന് അവരുടെ സുഹൃത്ത് നാച്ചുറലി ചോദിക്കുമല്ലോ. ആ ഒരു റിയലൈസേഷൻ അവർക്ക് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, കുറ്റബോധം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളോട് നേരെ ചൊവ്വേ പെരുമാറിയില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, ആ സംഭവത്തിന് ശേഷം അവർക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല, വല്ലാത്ത സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ചെയ്തത് തെറ്റാണെന്നുള്ള റിയലൈസേഷൻ തീർച്ചയായിട്ടും അവർക്ക് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നത്, നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയത് തന്നെ വലിയ കാര്യം. നിങ്ങളുടെ മുഖം തുടർച്ചയായിട്ട് അവരുടെ മനസ്സിൽ, നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുന്നത്, നിങ്ങളുടെ കെയർ, അതെല്ലാം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ മുഖം എല്ലാം ഇവർക്ക് തുടർച്ചയായിട്ട് മനസ്സിൽ വരികയാണ് രാവിലെ തന്നെ. അപ്പോൾ അവർ ആലോചിക്കുന്ന, നിങ്ങളെ സമാധാനിപ്പിക്കണം, നിങ്ങളോട് തെറ്റ് ചെയ്തു, അവിടെ നിങ്ങളുടെ അടുത്ത് സമാധാനിപ്പിക്കണം, നിങ്ങൾക്കൊരു മനസ്സമാധാനം തരണം, നിങ്ങൾക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വിഷമം മാറ്റണം, നിങ്ങൾ ഒത്തൊരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്ന് നിങ്ങളുടെ പേഴ്സൺ രാവിലെ തന്നെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉണർന്ന് കിടന്നിട്ട് ഇങ്ങനെ ചിന്തിക്കില്ലേ, അവർക്ക് നല്ല ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇപ്പം ഉണ്ട്, നിങ്ങളവരെ വിട്ടുപോകും എന്ന്. ഈ പെരുമാറ്റം സഹിച്ച് ആ റിലേഷനിൽ ഹാങ് ആയിട്ട് നിൽക്കേണ്ടെന്ന ആവശ്യം നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചാലോ എന്നൊരു ഭയം അവർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് അന്യായമാണ് ചെയ്തത്, അത് ന്യായത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഡയർ ഇൻജസ്റ്റിസ് ആണ് നിങ്ങളുടെ അടുത്ത് ചെയ്തത്, അത് ജസ്റ്റിസിലേക്ക് കൊണ്ടുവരണം എന്നവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഒരു ബാലൻസിൽ എത്തിക്കണം, സമാധാനിപ്പിക്കണം നിങ്ങളെ എന്നവർ കരുതുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ്, ഒരു മാരേജ് തന്നെയാണ് അവരുടെ മനസ്സിൽ എന്നും കാണുന്നു. ഇവർ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ടൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള
ഒരു വ്യക്തിയാണ് കേട്ടോ. കുറച്ച് പ്രബലരായിട്ടുള്ള 4 പേർക്ക് അറിയാവുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതെല്ലാം കൊണ്ട് തന്നെ ആയിരിക്കണം അവരങ്ങനെ പെരുമാറേണ്ടെന്നൊരു സാഹചര്യം വന്നത്. പക്ഷെ അത് എന്ത് തന്നെ ആയാലും അത് തെറ്റായിരുന്നു എന്നവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളോട് അവർക്ക് സ്നേഹമാണ്, ഡിപ്പെൻഡൻസിയാണ്, ആരാധനയാണ്, പ്രണയമാണ്, എല്ലാമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല എന്നൊരു റിയലൈസേഷൻ അവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം അത് തന്നെയാണ് അവരുടെ സുഹൃത്തും ചോദിച്ചത്. അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലേ, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്നുള്ള രീതിയിൽ അവരുടെ സുഹൃത്ത് സംസാരിച്ചതായിട്ട് കാണുന്നു. ഈ ചിന്തകളെല്ലാം തന്നെ അവർ മാനസികമായിട്ട് വല്ലാതെ ഒരു ചിന്തയിൽ അഴുത്തുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ ആരോട് സംസാരിക്കാതെ എണീറ്റിരുന്ന് അവിടെ തന്നെ ഇരുന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ചെയ്ത കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം ശരിയാക്കി എടുക്കണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നടന്നത് നടന്നു, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ശരിയാക്കി എടുക്കണം എന്നുള്ള രീതിയിലും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതേസമയം ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് കാര്യം ക്ലിയർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. അത് മാത്രമല്ല, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് മറ്റൊരു ലൈഫിലേക്ക് പോകുമോ എന്നുള്ള ഭയവും അവർക്ക് ഉണ്ട് എന്ന് കാണുന്നു. കാരണം അവർ അത്രയ്ക്ക് വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാവുക കേട്ടോ. വീണ്ടും ഒരു റീയൂണിയൻ, നിങ്ങൾ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കണം, ഒരു റീയൂണിയൻ അറേഞ്ച് ചെയ്യണം എന്ന് അവരുടെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഒരു റീയൂണിയന് വേണ്ടി അറേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെന്ത് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ് ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു റീയൂണിയൻ പോസിബിലിറ്റിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എണീറ്റിരുന്ന് രാവിലെ തന്നെ അതിഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഓർമ്മകളാണ് നിങ്ങളുടെ ഇടയിൽ, മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസിൽ മുഴുകി ഇങ്ങനെ നടന്ന സംഭവങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഓർമ്മകൾ എന്താ പറയുക, തള്ളിക്കയറി വരിക എന്നൊക്കെ പറയില്ലേ, എന്തൊക്കെ സംഭവിച്ചു, അത് വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ വരില്ലേ. ഫോണ്ട് മെമ്മറീസും ഉണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന നല്ല മൂമെൻറ്റ്സും ഉണ്ട്. അതിനെക്കുറിച്ചും അവർക്ക് ഇങ്ങനെ ഓർമ്മകൾ വരുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ പിക്ചേഴ്സൊക്കെ കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കിയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളിൽ 2-ൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പനിയോ ജലദോഷമോ ചുമയോ മേലുവേദനയോ അങ്ങനെ എന്തോ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അവരതിനെ പറ്റിയിട്ടും ബോധേഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു കേട്ടോ. ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നുള്ള അതിതീവ്രമായ ആഗ്രഹമാണ്. ഓക്കെ, വന്നൊരു എന്താ പറയുക, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് അതിതീവ്രമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇത്രയും വേഗം ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ചിന്തയായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറ്റബോധം ഉണ്ടല്ലോ, കുറ്റബോധം അവിടെ വർക്കൗട്ട് ആവുന്ന അവിടെ സങ്കടവും വിരഹവും എല്ലാം തോന്നും അല്ലേ. അതുകൊണ്ടാണ് ഈ ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കിട്ടുന്നത്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത് രാവിലെ. ഓക്കെ, ഈ ഇത്രയും മിസ് ചെയ്യുന്ന സ്ഥിതിക്ക് അവരുടെ അടുത്തുകൊണ്ട് എന്തെങ്കിലും നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കിയാലോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റീഡിങ് നോക്കിയതിൽ അവർ തീവ്രമായ റീയൂണിയന് വേണ്ടി ശ്രമിക്കുമെന്നൊക്കെ കണ്ടിരുന്നു. ഇത് ആലോചനയിൽ മാത്രമാണോ, എന്തെങ്കിലും ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഉണ്ടാകും? എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുമോ അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്? ആ ക്യാൻഡിൽ അണയുമ്പോൾ അണഞ്ഞോട്ടെ കേട്ടോ. അതൊരു മണി ഇതിന് വേണ്ടി വെച്ച ക്യാൻഡിലാണ്. അത് അണഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അത് ടെൻഷൻ അടിക്കേണ്ട, അതിന് വേണ്ടി പറഞ്ഞതാണ്. 7 of Pentacles, Page of Wands, 10 of Cups, Judgment, Hanged Man, Queen of Cups, High Priestess. Okay, Page of Swords, Moon,
വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഈ റിയൂണിയൻ ഇതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിക്കുമായിരിക്കും, സംസാരിക്കുമായിരിക്കും, തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോളോ ഓൺ കോൾ സംസാരിക്കാനോ അങ്ങനെ, അല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാനോ ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ ആ ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് അവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അവരുടെ വീട്ടിലുള്ള ഒരു സ്ത്രീ സാന്നിധ്യം, അവരുടെ സിസ്റ്റർ ആവാം, അമ്മയാവാം, അങ്ങനെ ആരോ, അതായത് ഇവരുടെ മേലെ സ്വാധീനമുള്ള ഒരു സ്ത്രീ സാന്നിധ്യം അവരുടെ വീട്ടിലുള്ള, അവരുടെ എതിർപ്പ് ഉള്ളതായിട്ട് കാണുന്നു. അവരെ കൺവിൻസ് ചെയ്യിക്കാനുള്ളൊരു ശ്രമത്തിലാണ് അവരിപ്പോൾ എന്നാണ് കാണുന്നത് കേട്ടോ. അത് വഴക്കിട്ടിട്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവരെക്കാളും മൂത്ത പ്രായമുള്ള സ്ത്രീ ആയിട്ടാണ് കാണുന്നത്. കുടുംബമാണ്, വളരെ ക്ലോസ് നിറ്റ് ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ അത് അവരെ പിണക്കിയിട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അവിടെയാണ് അവർ സ്റ്റക്കായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ ഇമോഷണലായിട്ട് സംസാരിച്ച് വഴിക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുശേഷം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാം എന്നുള്ള രീതിയിലാണ് അവർ. കാരണം എല്ലാവരെയും സമ്മതിപ്പിച്ച് ഒന്നിച്ച് നിർത്തണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. ആരെയും പിണക്കിയിട്ടൊന്നും നേടണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവർക്ക് പേടിയുണ്ട്. ഇവർ ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുട്ടുന്യായങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പാട് നോക്കി പോകും എന്നുള്ളൊരു ഭയം നല്ലപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് ഉള്ളതായിട്ടും കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷനിൽ എനിക്ക് വീണ്ടും വെയിറ്റിംഗ് ആണ് കാണുന്നത്. അവർ ഈ പറഞ്ഞ വ്യക്തിയെ കൺവിൻസ് ചെയ്ത് അവരുടെ സമ്മതം വാങ്ങിച്ചതിന് ശേഷമേ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയുള്ളൂ. പക്ഷേ ന്യായമായിട്ട് നിങ്ങൾക്ക് തരേണ്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, അത് അവർ തരും കേട്ടോ. അവരൊരിക്കലും നിങ്ങളുടെ അടുത്ത് അന്യായം പ്രവർത്തിക്കില്ല. തീർച്ചയായും നിങ്ങൾക്കായിട്ട് ഒരാക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. കുറച്ചുകൂടെ സമയമെടുക്കുമെന്ന് മാത്രം. അവരതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസാണ്. നിങ്ങളെ വിട്ട് കളയാൻ അവരൊരിക്കലും തയ്യാറാവില്ല എന്ന് തന്നെ ഞാൻ തറപ്പിച്ച് പറയും കേട്ടോ. ആ കൺവിൻസിങ് അധികം താമസിയാതെ നടക്കും. നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അടുത്ത കാർഡ് ലവേഴ്സാണ്. ഞാൻ മറച്ചു വെച്ചിട്ട് കാണിക്കാം. നിങ്ങളുടെ സ്നേഹം വിജയിക്കുക തന്നെ ചെയ്യും എന്നും കാണുന്നു കേട്ടോ. അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ്. അവിടെ യാതൊരു സംശയവും വേണ്ട. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഈ താമസിപ്പിച്ചതിൽ, നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ അവർക്ക് വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ അവർ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്യും, മാപ്പപേക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം നിങ്ങളോടൊത്തുള്ള ഒരു നല്ല ജീവിതം, ഒരു ഹാപ്പി ലൈഫ് എല്ലാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. മനസ്സുകൊണ്ട് അവരതിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ വരും. പക്ഷേ ഡിലേ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇച്ചിരിയും കൂടെ ഒരു വെയിറ്റിംഗ് പീരീഡ് നമുക്ക് കാണുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു പേഴ്സൺ, അത് ആരായാലും, അമ്മയായാലും സിസ്റ്റർ ആയാലും ആരായാലും ഒരു സ്ത്രീ സാന്നിധ്യമാണ്. അവരുടെ സമ്മതം കിട്ടിയതിന് ശേഷം ഒരു അടുത്ത സ്റ്റെപ്പ്, ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. കുഞ്ഞ് റീഡിംഗ് ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അതോടൊപ്പം കമൻറ്റും ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്താലേ ഹൈപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.